ഹലോ ഗൈസ്. ഇന്നത്തെ ഇവിടെ വെച്ചാൽ ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കിയല്ലോ ഗൈസ്, ഒരു പേപ്പർ എയറോപ്ലെയിൻ. നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്ക് ഇങ്ങനെ എടുക്കുക, അതിന് ചേർത്ത് സെൻറ്റർ പേജ് എടുക്കുക, എന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ എടുക്കുക. സെൻറ്റർ പേജ് തന്നെ ആണെന്നില്ല ഗൈസ്, സെൻറ്റർ പേജ് എടുക്കുമ്പോൾ കറക്റ്റ് ആക്യുറസി കിട്ടില്ല. നമുക്ക് പറിച്ചെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ബുക്ക് എടുത്തിട്ട് ഒന്ന് എഴുതിട്ട് പേജ് എടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ കിട്ടും. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഗൈസ് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു പേപ്പർ കിട്ടും. ഇത് കൊണ്ടുവേണം നമുക്ക് എയറോപ്ലെയിൻ ഉണ്ടാകും ഗൈസ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മൾ പേപ്പർ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ചിട്ട് ഇതല്ല നമ്മൾ ഇങ്ങനെ മടക്കണം. ഫസ്റ്റ് ഡു ദിസ് ഗൈസ്, ഡു ദിസ്. അതിന് നമുക്കിങ്ങനെ സെൻറ്റർ കറക്റ്റ് കിട്ടണം. ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോൾഡ് കൊടുക്കുക, ഒരു അപ്രോക്സിമേറ്റ് സെൻറ്റർ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് വീണ്ടും തുറക്കുക ഗൈസ്. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് നമ്മൾ ഈ കോർണറോട്ട് കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് ഇത് സെറ്റാക്കിയിട്ട് ഇങ്ങനെ വരിക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇതും കറക്റ്റ് വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരിക. ഇങ്ങനെ രണ്ടും കറക്റ്റ് നീറ്റായിട്ട് വേണം, എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് എയറോപ്ലെയിനായിട്ട് കിട്ടുക ഗൈസ്. ഇതിന് ശേഷം ഈ സെൽസ് നിന്ന് എടുക്കുക, ഇങ്ങനെ പോയിട്ട് ഇത് ഇങ്ങോട്ട് എത്തിക്കണം. കറക്റ്റ് നോക്കുക ഗൈസ്, ഇങ്ങോട്ട് എത്തിക്കണം. എന്നിട്ടും അതും ഇതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിരിക്കണം ഗൈസ്, എന്നാലാണ് കറക്റ്റ് പെർഫെക്റ്റായിട്ട് എടുക്കണം. ഇങ്ങനെ കറക്റ്റ് എടുക്കുക. അതുപോലെ ഇവിടുന്ന് സെയിം സംഭവം. ഉണ്ടോ ഗൈസ്? നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതൊക്കെ കറക്റ്റ് പോയിൻറ്റിൻ്റെ അടുത്താണ് എല്ലാം. ഇറ്റ്സ് എ പെർഫെക്റ്റ് എയറോപ്ലെയിൻ ഗൈസ്. ഇതുവരെ ഉണ്ടാക്കിയല്ല, കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു കറക്റ്റ് പെർഫെക്റ്റായിട്ട് ഇതുവരെ എയറോപ്ലെയിൻ ആക്കുന്നത്. അതിന് ശേഷം ഗൈസ് നമ്മൾ ഇങ്ങനെ മടക്കുന്നു. ഇവിടം മുതൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ കറക്റ്റ് എടുത്ത് നമുക്കിത് ഈ ഷേപ്പ് ഇട്ട് കഴിച്ചു. എന്നിട്ട് ഇത് ഇങ്ങനെ കറക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ തിരിച്ചു വെക്കണം. വാട്ട് എ പെർഫെക്റ്റ് ആണ് എൻ്റെ പൊന്നു. ഇതുവരെ ഞാൻ ചെയ്തിട്ട് വൺ ഓഫ് ദ പെർഫെക്റ്റ് എയർപ്ലെയിൻ ഗൈസ്. ഫൈനലി നമ്മുടെ എയർപ്ലെയിൻ ഫിനിഷ് ആയിരിക്കുന്നു. പിന്നെ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കർവ് ചെയ്താലും, ഇവിടെ ഇങ്ങനെ കർവ് ചെയ്താലും, അല്ലെങ്കിൽ തിരിച്ചിങ്ങനെ കർവ് ചെയ്താലും, കർവ് ചെയ്ത് ജസ്റ്റ് ഒരു മടക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് റിസൾട്ട് കിട്ടും ഗൈസ് പറപ്പിക്കുമ്പോൾ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, ചില എക്സ്പെരിമെൻറ്റ്സ് നടത്തി നോക്കൂ, സംഭവം കിട്ടും. എനിവേ, ദിസ് ഈസ് ഹൗ വി മേക്ക് ഓർ ഹൗ ഐ മേക്ക് എയർപ്ലെയിൻ. ഇനിയും കുറേ രീതിയിൽ എയർപ്ലെയിൻസ് ഉണ്ടാക്കാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർപ്ലെയിൻസ്, ബട്ട് ദിസ് ഈസ് ദ ഓൾഡ് ആൻഡ് ക്ലാസിക് വൺ. പിന്നെ ഇത് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. ആൻഡ് സ്റ്റിൽ ഐ തോട്ട് വെറുതെ ഒന്ന് ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്തതാണ്. ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ ഗൈസ്.